കൂട്ടുകാരെ, ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്ന പുതിയൊരു കഥയുമായിട്ടാണ്. കുട്ടിക്കുറുമ്പേഴ്സ്. ഇതാണ് കൂട്ടുകാരെ ഞങ്ങളുടെ സ്വർഗ്ഗതുല്യമായ വീട്. ഇവിടെയുള്ള ഓരോരുത്തരെയും ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം, കേട്ടോ? വാ, നമുക്ക് അകത്തേക്ക് പോകാം. കൂട്ടുകാരെ, ആ ഇരിക്കുന്നതാണ് ഞങ്ങളുടെ കേണൽ മുത്തശ്ശൻ. മുത്തശ്ശൻ പട്ടാളത്തിലെ കേണലായിരുന്നു, ഇപ്പം വീട്ടിലെ കേണലാണ്. മുത്തശ്ശിയുമായി രാവിലെ എന്തോ അടിക്കുള്ള വക തപ്പിക്കൊണ്ടിരിക്കുകയാണ് പുള്ളി. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ആൾക്കാരെ പരിചയപ്പെടാം, കേട്ടോ? ഹലോ കൂട്ടുകാരെ, ഈ പോത്തിനെ പോലെ കിടന്നുറങ്ങുന്നത് ആരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? മനസ്സിലായി കാണത്തില്ല. ഇതാണ് ഞങ്ങളുടെ അച്ഛൻ, അജിത്. അജി എന്നാണ് എല്ലാവരും വിളിക്കുന്നത്, കേട്ടോ? അച്ഛൻ ഇവിടുത്തെ സർക്കിൾ ഇൻസ്പെക്ടറാണ്. അടുത്തതായി നമുക്ക് ഇവിടുത്തെ തീവ്രവാദികളെ പരിചയപ്പെടാം. ഈ ഫുട്ബോളും തപ്പിക്കൊണ്ടിരിക്കുന്നവനാണ് എൻ്റെ ചേട്ടൻ, പേര് രാഹുൽ. ഉണ്ട് ഇവൻ വലിയ ഫുട്ബോൾ കളിക്കാരനാണെന്ന്. ഇവൻ എന്തോ പ്ലാൻ കണ്ടിട്ടുണ്ട്. അമ്മയെ വെട്ടിച്ച് എങ്ങനെ ഫുട്ബോൾ കളിക്കാൻ പോകണമെന്ന് ചിന്തിക്കുകയാണ് ഇവൻ. ഇനിയാണ് നമുക്ക് യഥാർത്ഥ ആൾക്കാരെ പരിചയപ്പെടാനുള്ളത്. 2 കുട്ടിത്തേവാങ്കുകളുണ്ട് ഇവിടെ. ഈ വീട്ടിലെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം അവരാണ്. പക്ഷെ അടി കിട്ടുന്നതോ എനിക്കും ചേട്ടനും. ആ ഇരിക്കുന്ന 2 എണ്ണമാണ് ഈ വീട്ടിലെ കുട്ടിപ്പിശാചുകൾ. ഇവരെന്താ, എപ്പം, എങ്ങനെ എന്ത് ചെയ്യുമെന്ന് ആർക്കും പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇവരാണ് അപ്പുവും പിങ്കിയും. എപ്പോൾ നോക്കിയാലും ഒരുമിച്ചാണ് നടക്കുന്നത്. ഒരാൾ 6ാം ക്ലാസ്സിലും ഒരാൾ 4ലുമാണ് പഠിക്കുന്നത്. പക്ഷെ ഇവരുടെ പ്രധാന പഠനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് എങ്ങനെ പാര വെക്കണം എന്നതാണ് ഇവിടെ പ്രധാനപ്പെട്ട പഠനം. മെഷീനിൽ കിടന്ന് കുത്തി മറിയുന്നതാണ് എൻ്റെ അമ്മ റീത്തു. അമ്മ ഒരു IT ഫീൽഡിൽ വർക്ക് ചെയ്യുകയാണ്. ഇപ്പം വർക്ക് ഫ്രം ഹോമാണ്. ഈ ഇരിക്കുന്നതാണ് ഞങ്ങളുടെ റീൽസ് മുത്തശ്ശി. മുത്തശ്ശിയുടെ പ്രധാനപ്പെട്ട ഹോബി എന്താണെന്ന് അറിയാമോ കൂട്ടുകാരെ? റീൽസ് എടുത്തിട്ട് യൂട്യൂബ് ചാനൽ ഇടുക എന്നാണ് പുള്ളിയുടെ പ്രധാന ഹോബി. അപ്പോൾ ഞാൻ ഇവിടെയുള്ള എല്ലാവരും നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട്, കേട്ടോ? ഇവർ മാത്രമല്ല, ഇനിയും ഒരുപാട് ആൾക്കാരുണ്ട്. എൻ്റെ കസിൻസ്, അങ്കിൾമാര്, ആൻറ്റിമാര്, അങ്ങനെ ഒരുപാട് ആൾക്കാരെ ഉണ്ട്. ഇവരെയൊക്കെ ഞാൻ നിങ്ങൾക്ക് വഴിയേ പറഞ്ഞു തരാം, ഓക്കെ? അയ്യോ കൂട്ടുകാരെ, എല്ലാരെയും പരിചയപ്പെടുത്തി. ഞാൻ എന്നെ മാത്രം പരിചയപ്പെടുത്തിയില്ല. ഞാനാണ് റിയ, ഇവിടുത്തെ 2ാമത്തെ പുത്രി, രാഹുലിന്റെ നേരെ ഇളയത്. ഞാൻ +2 പഠിക്കുന്നു എന്ന് ചോദിച്ചാൽ പഠിക്കുന്നൊക്കെ ഉണ്ട്. പക്ഷെ എനിക്ക് പ്രധാന ഹോബിയുണ്ട്. എന്താണെന്നറിയാമോ? ഡെയിലി ബ്ലോഗ്സ് എടുത്ത് യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്യുക എന്നാണ് എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിനോദം. അപ്പം ശരി കൂട്ടുകാരെ, ഇന്നത്തെ എൻ്റെ ഡെയിലി ബ്ലോഗ്സ് കഴിഞ്ഞിരിക്കുന്നു. രസകരമായ ഒരുപാട് മുഹൂർത്തങ്ങളുമായി ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് അടുത്ത ദിവസം എത്തുന്നതായിരിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ. ഹലോ, CI അജിത് കുമാർ. എന്ത്? എപ്പോ? ഓക്കെ, ഞാൻ ഉടനെ എത്തിച്ചേരുന്നതായിരിക്കും. ഫോഴ്സിനോട് റെഡി ആയിരിക്കാൻ പറയൂ. റീത്തു ഒന്നിവിടെ വരെ വന്നേ. ഇങ്ങനെ കിടന്ന് പോകുന്നത് ഒരു ജോലി ചെയ്യാൻ സമ്മതിക്കത്തില്ല. ഒരു ദിവസം വീട്ടിലുണ്ടെങ്കിൽ ഇങ്ങനെ പോലെ നടക്കണം. ഞാൻ കൂടി ചെല്ലട്ടെ. ഇവളെ വിളിച്ച വരത്തില്ലല്ലോ. നീ യൂണിഫോം ഒക്കെ എവിടെയാണെന്ന് ആർക്കറിയാം? എന്തുവാ മനുഷ്യ കിടന്ന് കാറി കൂവുന്നേ? ഒരു ഞായറാഴ്ച ദിവസം സ്വസ്ഥമായിട്ടിരിക്കാൻ സമ്മതിക്കത്തില്ല നിങ്ങൾ? അടുക്കളയിലാണ് 100 കൂട്ടം പണിയുണ്ട്, ഇതുവരെ ഒന്നും ആയിട്ട് പോലുമില്ല. നീ ഒന്ന് ബഹളം വെക്കാതിരിക്കും. ഞാൻ പറയുന്ന ഒന്ന് കേൾക്കാദ്യം. കള്ളൻ തൊരപ്പൻ ജയിലിൽ ചാടിയെന്ന്. ഇനി അവനെ പിടിച്ചു കൊടുക്കുന്നവരെ സമാധാനം ഉണ്ടാവത്തില്ല. എനിക്ക് എത്രയും പെട്ടെന്ന് അങ്ങോട്ടേക്ക് പോകണം. നീ എന്റെ യൂണിഫോം ഇങ്ങനെ എടുത്തു തന്നെ. നിങ്ങളുടെ യൂണിഫോം അല്ലേ അലമാരിൽ തേച്ച് വെച്ചേക്കുന്നത്? നിങ്ങൾക്ക് അത് എടുത്തു തരാൻ ഞാൻ അടുക്കള ഇവിടെ വരെ വരണോ? നിങ്ങളുടെ കൈക്ക് വല്ല കുഴപ്പമുണ്ടോ മനുഷ്യനെ പറയിപ്പിക്കാനായിട്ട്? ഞാൻ പോവാൻ ഒരുപാട് പണിയുണ്ട്. രാവിലെ മനുഷ്യന്റെ മൂഡ് കളയാനായിട്ട് അങ്ങേറെ ഒരു കള്ളം തുരപ്പനും. അല്ല, ഇപ്പൊ ഇവിടെ എന്താ ഉണ്ടായേ? നമ്മളെ 3 പേരും കൂടെ ഒന്നിച്ചല്ലേ കഴിക്കാനിരുന്നത്? നീ ആ കവറോട് അങ്ങ് തിന്നില്ല തീറ്റപ്പണ്ടാരം. എടി റിയേ, നമ്മുടെ അടയും ചക്കരയും തമ്മിൽ അടിയായല്ലോ. അതേടാ ചേട്ടാ, ഞാനും അത് തന്നെ നോക്കിക്കൊണ്ടിരുന്നേ. ഇന്ന് 2ആളും തമ്മിൽ നല്ല തുടക്കമാണല്ലോ. അയ്യോ അച്ഛൻ എന്തായി ചെയ്തു വെച്ചിരിക്കുന്നത്? അച്ഛൻ ഇത് എവിടെ പോവുക ഇങ്ങനെ? അച്ഛൻ റെഡിയായിട്ട് കണ്ണാടി ഒന്നും നോക്കിയില്ലേ? ഞാൻ എന്ത് ചെയ്തു വെച്ചിരിക്കുന്നത് നിങ്ങൾ ഈ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. അമ്മേ ഒന്ന് ഓടി വന്നേ. പിള്ളേരെ കിടന്ന് കാറി കൂവുന്നെങ്കിലേ. പൊന്നു മനുഷ്യ, നിങ്ങളിത് എവിടെ പോവാ? ഇത് നിങ്ങൾക്ക് പാൻറ്റൊന്നും വേണ്ടായോ മനുഷ്യനെ നാണം കിടത്താൻ വേണ്ടിട്ട്? കേറിപ്പോയി പാൻറ്റ് എടുത്തിട്ട് മനുഷ്യ.
അയ്യോ അത് ഞാൻ കള്ളം വന്നെന്ന് കേട്ടപ്പം പെട്ടെന്ന് ശശേ നാണക്കേട് ഞാൻ പോയി ഇപ്പം. അങ്ങനെ ഒരു കാര്യം. കാട്ടിനകത്ത് ഒളിച്ചിരുന്നാൽ ഒരു കാര്യവും നടക്കത്തില്ല. എത്രയും പെട്ടെന്ന് ഇവിടുന്ന് മാറണം. എവിടെയെങ്കിലും പോയി എന്തെങ്കിലും മോഷ്ടിച്ച് ഈ രാത്രി തന്നെ ഇവിടുന്ന് സ്ഥലം വിടണം. ഇവിടം കണ്ടിട്ട് പണക്കാർ താമസിക്കുന്ന സ്ഥലമാണെന്ന് തോന്നുന്നു. ആദ്യം വയറ് നിറച്ച് എന്തെങ്കിലും കഴിക്കണം. അതിനുശേഷം മോഷ്ടിച്ച് നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് നാടുവിടാം, പോലീസുകാരുടെ കയ്യെത്താത്ത ദൂരത്തേക്ക്. വീട് കണ്ടിട്ട് ഒരുപാട് പൊന്നും പണവും ഉള്ളതുപോലെ തോന്നുന്നു. എന്തെങ്കിലും കഴിക്കാനുണ്ടോ നോക്കാം ആദ്യം, അതിനുശേഷമാവാം മോഷണം. എന്തെങ്കിലും കഴിക്കാൻ കിട്ടിയാൽ മതിയായിരുന്നു. ഫ്രിഡ്ജിൽ വല്ലതും കാണും, അതെടുത്ത് കഴിച്ചിട്ട് മോഷ്ടിക്കാം. എന്റെ കായംകുളം കൊച്ചുണ്ണി, എന്തെങ്കിലും വിലപിടിപ്പുള്ള സാധനങ്ങൾ കിട്ടണേ ഇവിടുന്ന്. ആരോ കഴിച്ച് ബാക്കി വെച്ച സാധനങ്ങളാ, സാരമില്ല. ഇതെങ്കിൽ ഇത്, വിശന്നിട്ട് കണ്ണ് കാണുന്നില്ല. ആദ്യം അകത്താക്കാം ആഹാരം, അതിനുശേഷമാവാം മോഷണം. ചാടടാ തൊരപ്പ, മണ്ടയ്ക്ക് കയറിയിരുന്ന് കഴിക്കാം. സമ്മതിക്കത്തില്ലേ? അവന്റെ ഒരു വെള്ളം നീ കട്ടില നിൽക്കുന്നേ, താഴെ വാടാ. അയ്യോ അച്ഛാ, ഓടി വായോ, ദേണ്ട ഒരു കള്ളൻ. കുട്ടിപ്പിശാചുകളെ മിണ്ടായിരുന്നോളാം, രണ്ടിനെ ഞാൻ കാച്ചിക്കളയത്തുള്ളൂ, പറഞ്ഞേക്കാം. അയ്യോ അച്ഛാ, ഓടി വായോ, ദേണ്ട കള്ളൻ. എളുപ്പം ഇവിടുന്ന് രക്ഷപ്പെടാം, അല്ലെങ്കിൽ ഈ പിള്ളേർ നമുക്കിട്ട് പണി തരും. വശം പിടിച്ച് പിള്ളേര് പുറകിൽ തന്നെ കൂടിയേക്കുവാണല്ലോ. എടാ അപ്പു, ഇങ്ങോട്ട് വാടാ കൊരങ്ങ. കള്ളൻ കള്ളന്റെ വീട്ടിലെത്തിയാലും നീ ഇവിടോട്ട് വരത്തില്ലേ? അയ്യോ കള്ളൻ എന്തിയേ? നിക്കടാ കള്ള അവിടെ. പിള്ളേരെ കൊണ്ട് തോറ്റു, ഇനി ഇവിടുന്ന് എടുത്ത് ചാടാതെ ഒരു രക്ഷയുമില്ല. പോ കുട്ടിപ്പിശാചുകളെ. അയ്യോ ദൈവമേ, കാത്തോണേ. പോടാ ചേർക്കാൻ പേടിപ്പിക്കാതെ. വാഴ വെട്ടിയിട്ട പോലെ കിടക്കുന്നു. ഞാൻ കള്ളന്റെ കാര്യോടെ പറഞ്ഞേ. എടാ നീ പോയി ചാക്ക് എടുത്തിട്ട് വാ, നമുക്ക് ഇയാളെ എങ്ങനെങ്കിലും ചുരുട്ടി കൂട്ടിയാ ചാക്കിനകത്തിടാം. എളുപ്പം വാടാ. കൈയും കാലും വേദനിക്കുന്നു. എന്തൊരു വേക്കാ ഇയാൾക്ക്. അച്ഛനും അമ്മയും വിളിക്കാൻ പോയനെ കണ്ടില്ലല്ലോ. പിള്ളേർ രാത്രി ഉറങ്ങാനൊന്നും സമ്മതിക്കത്തില്ലേ നിങ്ങള്? ലാവ് തഴിച്ചു വിട്ട കോഴിക്കുഞ്ഞുങ്ങളെ പോലെ നടക്കും രണ്ടെണ്ണോ. നിന്റെ അച്ഛനെയാണോ ചാക്കി പിടിച്ച് കെട്ടി വെച്ചേക്കുന്നത്? ആയും തുറന്ന് നിൽക്കാതെ എന്റെ മനുഷ്യ, നിങ്ങളെ ചാക്കിനകത്ത് എന്താ ഉള്ളതെന്ന് പോയി നോക്ക്. ഈ കുട്ടിത്തേവാങ്കുകൾ എന്തിനാ പിടിച്ചു വെച്ചേക്കുന്ന ആർക്കറിയാം, പോയി നോക്ക്. ഇതെന്താടാ ചാക്കിന്ന് കുട്ടിച്ചാത്തിൽ ഇറങ്ങി വരുന്ന? എടാ തൊരപ്പാ, നീയായിരുന്നു ഇതിനകത്ത്? ബാ സാറേ, നമുക്ക് പോകാം. ഞാൻ കീഴടങ്ങിയിരിക്കുന്നു. രാവിലത്തെ കൊള്ളതെല്ലാമായി. ഇനി ഉച്ചക്കത്തേക്കൂടെ ശരിയാക്കി വെച്ചിട്ട് വേണം മീറ്റിങ്ങിന് കയറാൻ. എന്താണോ എന്നെ ജോലി എന്ന് പറഞ്ഞു വിടുന്ന ദൈവത്തിനറിയാം. ഈ മുട്ട കൂടി കറി വെക്കാം. അച്ഛനും അമ്മയും ചിക്കൻ കഴിക്കുന്നില്ലല്ലോ, അപ്പൊ അവർക്ക് മുട്ടക്കറി ഉണ്ടാക്കാം. മോളെ, നീ എന്താ രാവിലെ നിന്ന് പിറുപിറുക്കുന്നത്? അച്ഛനോ? ഞാനേ ഒന്നുമില്ല അച്ഛാ. ഉച്ചക്കത്തേക്ക് എന്ത് കറി വേണമെന്ന് ആലോചിക്കുമായിരുന്നു. ചായ വേണോ അച്ഛന്? പിന്നെ അതെന്ത് ചോദ്യമാ മോളെ, ചായ വേണം. അതൊക്കെ പോട്ടെ, നീ ആ സരസ്വതി എങ്ങാനും കണ്ടോ? ഇങ്ങോട്ടേക്കൊന്നും വന്നില്ല അച്ഛാ. അമ്മയ്ക്ക് ഒരു ഫോൺ കിട്ടിയ ശേഷം അടുക്കള ഭാഗത്തേക്ക് വരാറില്ല. ഏത് നേരവും റീൽസ് എടുക്കുന്ന തിരക്കിലാണ് അമ്മ. അവളുടെ ഒരു റീൽസ് എന്നാണോ ആ കുന്ത്രാണ്ട് എടുത്ത് ഞാൻ കിണറ്റിലെറിയുന്നത് എനിക്ക് തന്നെ അറിയത്തില്ല. ആ ഫോണെങ്ങാണ് അച്ഛൻ എടുത്താൽ അച്ഛനായിരിക്കും കിണറ്റിൽ പോകുന്നത്, ഫോൺ ആയിരിക്കില്ല. എന്നാ എനിക്കൊന്നും അറിയണമല്ലോ. ഇന്ന് ഞാൻ അവൾ കാണിച്ചു കൊടുക്കുന്നുണ്ട് ഈ ഞാൻ ആരാണെന്ന്. കണ്ടോ?
ദൈവമേ, ഇന്ന് അച്ഛൻ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചു കൂട്ടും. ഭഗവാനെ കാത്തോണേ. എൻ്റെ ഈശ്വരാ, അച്ഛനെ കാത്തോണേ. അച്ഛനെ കുറച്ചെങ്കിലും ബാക്കി വെച്ചാൽ മതിയായിരുന്നു അമ്മ. മിക്കവാറും അമ്മ ഇന്ന് അച്ഛനെയും കൂട്ടി ഒരു ഡ്യൂറ്റ് റീൽ ചെയ്യും. ദിൻ തരികിട തോം തരികിട താൻ തരികിട തോം തെറ്റിത്തരികിട തിത്തിത്തരികിട ധാം തരികിട തോം. അമ്മയ്ക്ക് എന്താ പറ്റിയത്? അമ്മ എന്തിനാ വെറുതെ ചിരിക്കുന്നത്? എനിക്കല്ലടാ പറ്റിയത്, പറ്റാൻ പോകുന്നത് നിന്റെ അപ്പൂപ്പനാ. ഇന്ന് എന്തെങ്കിലുമൊക്കെ ഇവിടെ നടക്കും. നിന്റെ അമ്മൂമ്മ മിക്കവാറും അപ്പൂപ്പനെ ഇന്ന് തട്ടും. നീ നോക്കിക്കും. അപ്പൂപ്പനെ എന്ത് ചെയ്യാൻ അമ്മൂമ്മ? You just wait and see, മോനെ. You just wait and see. എന്തൊക്കെയാണോ ഈ കൊച്ചു കേരളത്തിൽ നടക്കുന്നത് ദൈവം തമ്പുരാൻ അറിയാം. അതെന്തേലും ആകട്ടെ. എന്താ ഇന്ന് രാവിലെ കഴിക്കാനുള്ളതെന്ന് പറ ആദ്യം. കഴിക്കാൻ പുട്ടും കടലയും. അത് ഡൈനിങ് ടേബിളിൽ അടച്ചു വെച്ചിട്ടുണ്ടല്ലോ, പോയി എടുത്ത് കഴിക്കും. പുട്ടും കടലയുമോ? ഇന്നും ഇത് മാത്രമേ ഉള്ളൂ കഴിക്കാൻ? അല്ലടാ, നിനക്ക് ഞാൻ പൊറോട്ടയും ബീഫ് കറിയും ഉണ്ടാക്കാം. വേണമെങ്കിൽ തിന്നിട്ട് പോച്ചെടുക്കാം. ഒരു ദിവസം ഈ പുട്ടുകുറ്റി എടുത്ത് ഞാൻ കിണറ്റിൽ കൊണ്ടുവരും. കണ്ടോ, താമസിക്കാതെ തന്നെ ചെയ്യുന്നുണ്ടത്. എനിക്കൊന്നും വേണ്ട പുട്ടും കടലയൊന്നും. എന്താ ഇന്ന് എല്ലാവരും എല്ലാ സാധനങ്ങളും കിണറ്റിടുന്നതിനെ കുറിച്ച് പറയുന്നത്? ഇവരൊക്കെ എന്താ കിണറ്റിൽ നിന്നാണോ ഉണ്ടായത്? നീങ്ങി വാടാ, പുട്ടുകുറ്റി കിണറ്റെറിയാനായിട്ട് തളമ്പടെ നല്ല പൊട്ടിക്കും. കണ്ടോ, എന്തെങ്കിലുമൊക്കെ ആകട്ടെ, വേണമെങ്കിൽ തിന്നട്ടെ. എന്നെ കൊണ്ടൊന്നും വയ്യ ഇങ്ങനെ ഇതിങ്ങടെ പുറകെ നടക്കാൻ. അച്ഛൻ എന്തേ ആവോ ദൈവമേ. അച്ഛനെ അമ്മ തല്ലിക്കൊന്നോ അനക്കും ഒന്നും കേൾക്കുന്നില്ല. അതിനെക്കുറിച്ച് ഓർത്തിട്ട് എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഞാൻ മിക്കവാറും ചിരിച്ച് ചാവും. അച്ഛൻ്റെ ഒരു കാര്യം, ഇന്ന് അച്ഛൻ്റെ കച്ചവടം തീരും. ദൈവമേ. A few moments later. ഇന്ന് ഞാനൊരു ഹോം ടൂറാണ് ചെയ്യുന്നത്. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വീട് കാണണ്ടേ? ബാ, നമുക്ക് വീടിനുള്ളിലേക്ക് പോകാം. ഓക്കെ. ഇപ്പോൾ ക്യാമറയുമായി നിൽക്കുന്നത് ബാൽക്കണിയിലാണ്. ഇവിടെയാണ് ഞാൻ എൻ്റെ എല്ലാ റീൽസും വന്ന് ചെയ്യാറുള്ളത്. ഇതാണ് ഏറ്റവും ശാന്തസുന്ദരമായ സ്ഥലം. ഈ വീട്ടിൽ അധികം സൗണ്ടുകളൊന്നുമില്ലാത്ത സ്ഥലം ഇത് മാത്രമേ ഉള്ളൂ. എന്തിനാ മനുഷ്യനെ കിടന്ന് കാറ് കൂവുന്നത്? ഞാൻ ഇവിടെ അല്ലേ നിൽക്കുന്നത്? നശിപ്പിച്ച് ഞാൻ ആദ്യം മുതൽ വീഡിയോ ചെയ്യേണ്ട ഒരു കാര്യം മനസമാധാനത്തോടെ ചെയ്യാൻ ഇങ്ങനെ സമ്മതിക്കത്തില്ല. എപ്പോ നോക്കിയാലും കൊരസു കൊരസു കൊരസു. നീയും നിന്റെ ഒരു റീൽസും നിർത്തിക്കോളാം ഇന്നത്തോടെയല്ല. ഇതെല്ലാം കൂടി വലിച്ചെറിഞ്ഞ് ഞാൻ കൂടി കിണറ്റിലറിയാൻ പോവാ. എനിക്കിത് കാണട്ടെ. കുറെ നാളായി ഞാൻ ക്ഷമിക്കുന്നു. എന്റെ ഫോണിൽ എങ്ങാനും തൊട്ടാൽ നിങ്ങളെ ഞാൻ തട്ടും. ദൈവത്തിനാണ് നിങ്ങളെ ഞാൻ തട്ടുവേ. എന്നായിട്ടൊന്ന് അറിഞ്ഞിട്ട് തന്നെയുള്ളൂ കാര്യം. നീയാണോ ഭർത്താവ്, ഞാനാണോ ഭർത്താവെന്ന് ഇന്ന് തീരുമാനിക്കും. നോക്കട്ടെ ഈ വീട്ടിലെ നാഥൻ ആരാണെന്ന് എനിക്കും കാണിച്ചു തരുന്നുണ്ട്. മാറു മനുഷ്യ, അതേന്ന് തുടരുന്നാ പറഞ്ഞത്. നിങ്ങളെ ശരിയാക്കും. മാറു മനുഷ്യ. അയ്യോ, എന്റെ ഫോൺ. നിങ്ങളെ ഞാനുണ്ടല്ലോ. എന്റെ അമ്മച്ചിയെ, ഇവളെന്നെ കൊന്നേ. ആരെങ്കിലും ഒന്ന് ഓടി വായോ. എന്റെ തല തല്ലി പൊട്ടിച്ചിട്ട് നീ ഇരുന്ന് കരയുന്നോടി സരസു. എടി രാക്ഷസി, ഞാൻ ഇവിടെ നിന്ന് എഴുന്നേറ്റോട്ടെ. നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. എന്നാ ഞാനിനി ഓവർ ആക്ടിങ് ചെയ്ത് ചാവുന്നില്ല. നിങ്ങളോട് ആര് പറഞ്ഞു ഞാൻ റീൽസ് ചെയ്യുന്നിടത്തോട്ട് വരാന്? പിന്നെ നിങ്ങൾ ഇവിടുന്ന് എഴുന്നേറ്റാൽ എന്റെ ദേഹത്തെങ്ങാനും കുതിര കയറാൻ വന്നാലുണ്ടല്ലോ, നിങ്ങളെ ഞാൻ ആ വീടിന്റെ മണ്ടക്കും തെളി താഴെ ഇടും. പറഞ്ഞേക്കാം. ഇങ്ങോട്ട് മാറി നിൽക്കടി പെണ്ണെ, ഞാനൊരു ഹോസ്പിറ്റൽ റീൽ ചെയ്യട്ടെ. ഹലോ ഗൈസ്, നിങ്ങൾ എന്റെ അവസ്ഥ കണ്ടില്ലേ? എന്റെ പെണ്ണുമ്പിള്ള എന്നെ പഞ്ഞിക്കിട്ടത് നിങ്ങൾ കണ്ടില്ലേ? ഈ വീഡിയോസിന് ലൈക്കും ഷെയറും വ്യൂസും കിട്ടിയില്ലെങ്കിൽ അവൾ എന്നെ തല്ലിക്കൊല്ലും. ദയവ് ചെയ്ത് നിങ്ങൾ എല്ലാവരും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോസ്. ഹോസ്പിറ്റലിൽ എത്തിയില്ലേ? അവിടുന്ന് തിരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു ആന്റി. അവരിപ്പോ എത്തും. എത്താനുള്ള സമയമായി വരുന്നുണ്ട്. നോക്കിക്കേ, അവരെത്തി. അതെ, ശരിയാണല്ലോ, അവരെത്തിയല്ലോ. എല്ലാവരും ഇവിടെ കിട്ടിയതായിരുന്നോ? അപ്പം വരുന്നത് നോക്കി നിൽക്കുകയാണല്ലേ. ജാനുവച്ചി എപ്പോഴാ എത്തിയേ? വന്നിട്ട് കുറച്ചു നേരം ആയോ? ഇല്ല അജി, ഇങ്ങോട്ട് വന്നിട്ടേ ഉള്ളൂ. ഞാൻ കുട്ടികളോട് അപ്പൂപ്പന്റെ വിവരം അന്വേഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എല്ലാരും ഉണ്ടല്ലോ. ഇത് അമ്മേ, അപ്പൂപ്പൻ എന്തിയേ? അമ്മേ, അപ്പൂപ്പനെ കാണുന്നില്ലല്ലോ. ഞാൻ ഇവിടെ ഉണ്ട് മക്കളെ. എന്നെ അടിച്ച് ഇഞ്ച പരുവാക്കിയതല്ലയോ. അങ്ങനെ പെട്ടെന്നൊക്കെ ഇറങ്ങാൻ പറ്റുമോ വണ്ടിയെന്ന്? എടാ അജി, നീ വായി നോക്കി നിൽക്കാതെ എന്നെ ഒന്ന് പിടിക്ക്. അമ്മമ്മ എന്തിയാ അപ്പൂപ്പ? ഞാനിവിടെ ഉണ്ട്. എവിടെ പോകാനാ? എന്നാലും എന്റെ അപ്പൂപ്പ, ഈ ഭ്രാന്ത് പിടിച്ച മുത്തശ്ശിയോട് അപ്പൂപ്പനല്ലാതെ ആരെങ്കിലും വഴക്കിന് പോകുമോ? ജീവൻ തിരിച്ചു കിട്ടിയത് എന്നെ ഭാഗ്യെന്ന് വെച്ചോ. അവള്
മാടമ്പി മനയിലെ മനോരോഗിയാണെന്നുള്ള കാര്യം ഞാൻ ഒരു നിമിഷത്തേക്ക് മറന്നുപോയി. ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. വിളച്ചിലെടുത്താ മനുഷ്യ നിങ്ങളുടെ 2 കാലും കൂടി ഞാൻ തല്ലി ഓടിക്കും, പറഞ്ഞേക്കാം. ഇഞ്ചിഞ്ചായി എന്നെ കൊല്ലുന്നതിലും ഭേദം ഒറ്റയടിക്ക് നിനക്ക് എന്നെ കൊന്നൂടെ എന്റെ സരസു. അങ്ങനെയൊന്നും പറയല്ലേ, നിങ്ങൾ എന്റെ ഡാർലിംഗ് അല്ലേ. എന്റെ കേരള മുത്തശ്ശ, ഇത് കണ്ടിട്ട് എനിക്ക് സഹിക്കുന്നില്ല. ആരാടി എന്റെ കേരള മുത്തശ്ശൻ? കോൾ മീ കേരൾ സാർ, ഓക്കെ? ചുമ്മാ അതല്ല നിങ്ങൾക്ക് ഈ തല്ലി കിട്ടിയത്. ഇത്രയ്ക്കൊന്നും പോരായിരുന്നു, എന്റെ കാലും കൂടെ തല്ലി ഓടിക്കണമായിരുന്നു. എന്നാലും എന്റെ സരസു ചേച്ചി ഇതൊരു വല്ലാത്ത ചെയ്ത്തായിപ്പോയി. ചേച്ചിയെ കാണുമ്പോൾ ഒന്ന് ചോദിക്കണമെന്ന് പറഞ്ഞിരിക്കുമായിരുന്നു ഞാൻ. നിനക്ക് നിന്റെ വീട്ടിൽ പണിയൊന്നുമില്ലേ? രാവിലെ ഇറങ്ങിക്കോളും കുടുംബകലഹം ഉണ്ടാക്കാനായിട്ട്. പോയി നിന്റെ പണി നോക്ക് പെണ്ണേ. ചേച്ചി ഇത് കാര്യമാക്കണ്ട, അമ്മ കുറച്ച് ദേഷ്യത്തിലാണ്. നമുക്ക് പിന്നെ കാണാം. അച്ഛൻ പോയെന്ന് റെസ്റ്റ് എടുക്കട്ടെ കേട്ടോ. നമ്മൾ പോണേ, അല്ലെങ്കിൽ ഈ പ്രാന്തിത്തള്ള എന്റെ തല തല്ലി പൊട്ടിക്കും. പിന്നെ ഞാൻ ആശുപത്രി കയറി ഇറങ്ങണം. ഞാൻ പോണു. ചേട്ടാ, ആ ഫോൺ ഒന്ന് തരാമോ? മോന് ഫോൺ വേണോ? എന്നാ കേട്ടോ, തരില്ല. ഫോൺ തരാൻ സൗകര്യപ്പെടുന്നില്ല. പ്ലീസ് ചേട്ടാ, ഇപ്പൊ തരാം ചേട്ടാ. ഒരു 5 മിനിറ്റ് ഇങ്ങോട്ടും തരാമോ പ്ലീസ് ചേട്ടാ? ഞാൻ ഫോൺ തരത്തിൽ നിന്നോട് പറഞ്ഞതല്ലേ. അപ്പുറത്തെങ്ങനെ പോടാ പീക്കിരി ചെറുക്കാം. പീക്കിരി ചേർക്കാനെന്നോ നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടാ ചേട്ടാ. ആ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന സാധനം ഇങ്ങനെ തന്നിട്ട് പോടാ പീക്കിരി ചെറുക്ക. നിനക്ക് ഞാൻ കാണിച്ചു തരുന്നുണ്ട്. അയ്യയ്യേ, എനിക്കൊന്നും കാണണ്ടായേ എന്റെ ദൈവമേ. അമ്മേ, അമ്മേ ഒന്ന് എഴുന്നേറ്റേ. അമ്മേ, അമ്മേ, എന്റെ ഫോൺ കണ്ടോ? അമ്മോ, അമ്മേ. ഒന്ന് ഉറങ്ങാൻ സമ്മതിക്കത്തില്ലയോ? എന്തൊരു ശല്യമാണെന്ന് പറയത്. അമ്മ എന്റെ ഫോൺ കണ്ടോ? ഞാൻ എല്ലായിടത്തും നോക്കി, എന്റെ ഫോൺ കാണുന്നില്ല. അയ്യോടാ, ഫോണാണോ? ഞാൻ കണ്ടായിരുന്നു അങ്ങോട്ടൊരു തോർത്തും എടുത്ത് കുളിക്കാൻ പോകുന്നത്. നിന്റെ ഫോൺ എന്റെ മടിയിലാണ് വെച്ചേക്കുന്നത്. പോയി അടങ്ങാനും നോക്ക് ചെറുക്ക. എന്തൊരു ബുദ്ധിമുട്ടാണെന്ന് പറയുന്നതിനെ കൊണ്ട്. അമ്മ എല്ലായിടവും നോക്കി, ഫോൺ കാണുന്നില്ല. അമ്മ ഒന്ന് നോക്കമ്മേ, കഷ്ടമുണ്ട്. എനിക്ക് അത്യാവശ്യമായിട്ടൊരു കോൾ ചെയ്യാനുള്ളതാ. ചെറുക്ക, നീ അവിടെങ്ങാനും പോയെന്ന് നോക്ക്. നിന്റെ ഫോൺ അവിടെ എവിടെയെങ്കിലും കാണും. എനിക്ക് എന്തിനാ നിന്റെ ഈ മാങ്ങാത്തലയും ഫോണ്? നീ ഒന്ന് ചെന്നേ. മനുഷ്യൻ കുറച്ചു നേരം എവിടെയെങ്കിലും ഒന്ന് കിടന്നോട്ടെ. ഒരിടത്ത് കിടക്കാൻ സമ്മതിക്കത്തില്ല. ഒരു ദിവസം അവധി ഉണ്ടെങ്കിൽ നിങ്ങളെ കൊണ്ട് വല്ലാത്ത ബുദ്ധിമുട്ടായിട്ട് വന്നേക്കുവാ. അമ്മയല്ല കമ്മ. എന്തൊരു ശല്യമാണെന്ന് പറയത് ഈശ്വര. എനിക്ക് മാത്രമേ ഉള്ളല്ലോ ഇങ്ങനത്തെ കുറെ പിള്ളേര്. എന്നോട് ഫോണെങ്ങാണ് അപ്പു ചോദിച്ചായിരുന്നു. നിന്റെ സ്വഭാവം വെച്ച് നീ കൊടുക്കത്തില്ലെന്ന് പറഞ്ഞും കാണും. അവൻ ആ ഫോൺ എടുത്ത് വല്ല ക്ലോസറ്റിൽ വിട്ട് കാണും. നീ ചെന്ന് നോക്ക്. എളുപ്പം ചെന്നാൽ ഫോണിന് ജീവനോടെങ്കിലും കിട്ടും. പെട്ടെന്ന് ചെല്ലാൻ നോക്ക്. അയ്യോ അമ്മ, അവൻ എന്നോട് ഫോൺ ചോദിച്ചായിരുന്നു രാവിലെ. ഞാനന്നേരം കൊടുത്തില്ലെന്ന് മാത്രമല്ല, ഞാൻ കുറച്ച് കളിയാക്കുകയും ചെയ്തു. ഈശ്വര, എൻ്റെ ഫോണ്. നിന്റെ ഫോണിന്റെ കാര്യം ഓർത്തിട്ട് എനിക്ക് തന്നെ ചിരി വരുന്നു. എളുപ്പം ചെന്നാൽ ഇപ്പൊ കിട്ടും നിനക്ക് ഫോണ്. അവനെ ഉണ്ടല്ലോ ഞാൻ. അവനെങ്ങാണ് എൻ്റെ ഫോൺ എടുത്തിട്ടുണ്ടെങ്കിൽ അവനെ ഞാൻ കൊല്ലുവിന്നു. എൻ്റെ ഫോണിന് ഒരു കുഴപ്പവും പറ്റി കാണല്ലേ ഭഗവാനേ. ദൈവമേ, ആ ഫോൺ അവൻ എന്ത് ചെയ്തോ ആവോ. ഇനി ഇന്ന് എന്തെല്ലാം ഇവിടെ നടക്കുമെന്നറിയാവോ? ഈശ്വര കാത്തോണേ. അവൻ ആ ഫോൺ മിക്കവാറും ക്ലോസറ്റിൽ ഇട്ട് കാണും. എനിക്കത് ഓർത്തിട്ട് ചിരിക്കാൻ വയ്യ. ഇന്നിവിടെ എന്തെങ്കിലുമൊക്കെ നടക്കും. ഞാൻ എന്തൊരു തള്ളയായത്. ഇന്നിവിടെ കൊലപാതകം നടക്കും. ആ ചെറുക്കൻ അവിടെ നിന്നാണ് വിട്ടു കഴിഞ്ഞ. ഈശ്വര, ഞാൻ എളുപ്പം അങ്ങോട്ട് ചെല്ലട്ടെ, അല്ലെങ്കിൽ 2 വന്നേ കാണും. ഫോൺ ചോദിച്ചിട്ട് അവൻ ഫോൺ തന്നില്ല. ഇന്ന് ഈ ഫോണിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണം. എനിക്ക് തരാത്ത ഫോണൊന്നും ഇനി ഇവിടെ വേണ്ട. ആഹാ, ഫോൺ താടാ മര്യാദക്ക്. ചെറുക്ക, കൂടുതൽ കളിച്ചാലുണ്ടല്ലോ ഈ ഫോൺ ഞാൻ തീക്കാത്തിടും. എന്നിട്ട് പോടാ അവിടെ. നിനക്ക് തരാൻ സൗകര്യമില്ല. നിന്നെ കൊണ്ട് പറ്റുമെങ്കിൽ നീ ഇത് വാങ്ങിച്ച് കാണിക്കും. ചേട്ടൻ്റെ പൊന്നല്ലേ, ചേട്ടൻ വെറുതെ പറഞ്ഞതല്ലേ. നിനക്ക് എത്ര നേരം വേണമെങ്കിലും ഞാൻ ഫോൺ കളിക്കാൻ തരാം. ഇപ്പം നീ ആ ഫോൺ ഇങ്ങോട്ട് താ, എനിക്ക് അത്യാവശ്യ കാര്യമുണ്ട്. നീ അബദ്ധമൊന്നും കാണിക്കല്ലേ, ചേട്ടൻ്റെ പൊന്നല്ലേ. ഒരു പൊന്നുമല്ല പവിഴവുമല്ല. നിന്നോട് ഫോൺ ചോദിച്ചപ്പോൾ നിനക്ക് ഭയങ്കര ജാടയല്ലായിരുന്നു. ഇപ്പൊ കാണിച്ചു തരാം നിന്റെ ഫോൺ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന്. അവിടെ നിൽക്കാനാ പറഞ്ഞത്. എടാ അപ്പു, അവിടെ നിൽക്കടാ. മര്യാദക്ക് ഫോൺ തരാൻ. നിന്നെ എൻ്റെ കൈ കിട്ടിയാലുണ്ടല്ലോ. എന്നെ നിന്റെ കൈ കിട്ടിയാലല്ലേ ഉള്ളൂ. നീ എളുപ്പം ഓടി വാ. ഇന്ന് നിന്റെ ഫോൺ ഞാൻ ക്ലോസറ്റിൽ ഇടുവിടാ. മോനെ വേണ്ട, നിനക്ക് ഞാൻ നീ പറയുന്ന എന്തും ഞാൻ വാങ്ങിത്തരാം. എൻ്റെ പൊന്നല്ലേ അപ്പു. വേണ്ട, ഇടല്ലേ അപ്പു പ്ലീസ്.
ഇട്ട് കഴിഞ്ഞു. ദേ പോന്നു നിന്റെ ഫോൺ. എടാ, എൻ്റെ ഫോണ് നീ എന്ത് പണിയാ കാണിച്ച? നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. അമ്മേ അമ്മേ ഒന്ന് ഓടി വാ അമ്മേ ഇങ്ങോട്ട്. ഇവൻ ചെയ്തത് കണ്ടോ അമ്മേ? അമ്മേ ഒരമ്മയും വരത്തില്ല. അമ്മ വന്നാൽ എന്നെ ഒന്നും ചെയ്യാനും പോകുന്നില്ല. നിന്റെ അഹങ്കാരത്തിന് നിനക്ക് കിട്ടിയ ഫലമാത്. ഫോൺ ചോദിച്ചപ്പോൾ നിനക്ക് തരാൻ വലിയ ജാടയല്ലായിരുന്നു. എന്ത് പാടാ ചെറുക്ക, എന്തിനാ കിടന്ന് കാറ് കൂവുന്നത്? അമ്മേ ഇവൻ എൻ്റെ ഫോൺ ക്ലോസറ്റിലിട്ടു. അമ്മേ അപ്പു, നീ എന്താ കാണിച്ചെന്നറിയാവോ? നിനക്ക് പൈസയുടെ വില അറിയാവോ? നീ എന്നെ തോന്നിവാസമാ കാണിച്ചത്. ഫോൺ എന്തിനാണ് നീ എടുത്ത് ക്ലോസറ്റിലിട്ടത്? നിനക്കിച്ചിരി കൂടുന്നുണ്ട്. പ്രായത്തിന് കുഞ്ഞല്ലേന്ന് കരുതുമ്പോൾ തല കയറുന്നോടാ. നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. നീ ഇനി വാ, മര്യാദയ്ക്ക് ഇവിടെ വരാനാ പറഞ്ഞത്. ഇവിടെ വാടാ. ഞാൻ പെട്ടെന്ന് ഓർക്കാതെ മര്യാദയ്ക്ക് വാടാ, എന്റെ അടുത്തേക്ക് വാടാ, അല്ലെങ്കിൽ നിന്നെ ശരിയാക്കും. നിന്നോടാ വന്നത് വരാനും. ഇങ്ങോട്ട് വാടാ. അയ്യോ അമ്മ, അമ്മ പ്ലീസ് അമ്മ, എന്നെ ഒന്നും ചെയ്യല്ലേ അമ്മ, അമ്മ 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 പ്ലീസ് പ്ലീസ്. എൻ്റെ അച്ഛനെങ്കിൽ വരട്ടെ, നിനക്ക് നല്ല 4 അടിയുടെ കുറവുണ്ട്. നിനക്ക് ഞാൻ വാങ്ങിച്ചു തരുന്നുണ്ടാടി. ഇന്ന് ഈ ദിവസം മൊത്തം നീ ഇതിനകത്ത് തന്നെ ഇരുന്നു. ഇതിനങ്ങനെ പുറത്തോട്ട് ഇറങ്ങിയാൽ ഈ ദിവസം മൊത്തം നീ ബാത്റൂമിൽ തന്നെ കുത്തിയിരുന്നോണം. ഇതിനകത്ത് പുറത്തിറങ്ങിയാൽ നിനക്ക് അടി കിട്ടും. പറഞ്ഞു കേട്ടല്ലോടാ. നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോസ്. അടുത്ത എപ്പിസോഡുമായിട്ട് വീണ്ടും കാണാം നമുക്ക്. സ്കൂളും കോളേജും ഒക്കെ അടച്ചത് കാരണം ഇനി 4 എണ്ണവും വീട്ടിൽ തന്നെ കാണും. എൻ്റെ ദൈവമേ, എൻ്റെ കാര്യം ഓർക്കുമ്പോൾ തന്നെ എന്തോ പോലെ. പറഞ്ഞത് നമുക്ക് ശരിയാണല്ലോ. സ്കൂളും കോളേജും ഒക്കെ അടച്ച സ്ഥിതിക്ക് ഇനിയും കുറച്ച് ചിലവായിരിക്കും. പിള്ളേർ ടൂറ് അത് ഇതെന്നും പറഞ്ഞുകൊണ്ട് ഓടിക്കേറി ഇങ്ങ് വരും. 1 രൂപ പോലും മുടക്കരുത്. ഇങ്ങനൊരു പിശുക്കരെ ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല. അച്ഛാ, ഞങ്ങളുടെ സ്കൂൾ അടച്ചില്ലേ? ഞങ്ങളുടെ ഫ്രണ്ട്സ് എല്ലാവരും ടൂറ് പോകുന്നുണ്ട്. ഞങ്ങൾക്കും പോകണം ഈ വർഷം എങ്ങോട്ടെങ്കിലും. എല്ലാ വർഷത്തെ പോലെ പറ്റിക്കാൻ പറ്റത്തില്ല. കൊണ്ടുപോകണമെന്ന് പറഞ്ഞാൽ കൊണ്ടുപോയേ പറ്റൂ. അതെ അച്ഛാ, പ്ലീസ് അച്ഛാ, ഞങ്ങളെ ഒന്ന് കൊണ്ടുപോയി ടൂറിന് എവിടെയെങ്കിലും കൊണ്ടുപോകാ പ്ലീസ് അച്ഛാ. പിള്ളേരെ ഒന്ന് വെറുതെ ഇരുന്നേ. എനിക്ക് ലീവൊന്നും കിട്ടത്തില്ല. നിങ്ങൾക്ക് സ്കൂൾ അടച്ചെന്നും പറഞ്ഞുകൊണ്ട് എനിക്ക് ഡ്യൂട്ടിക്ക് പോകണ്ടേ? എനിക്കങ്ങനെ 5-6 ദിവസമൊന്നും മാറി നിൽക്കാനൊന്നും പറ്റത്തില്ല. നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കിക്കേ. അതേ പിള്ളേരെ, അതിയാന് ലീവ് എടുക്കാൻ പറ്റില്ല. ഈ കേരളത്തിലുള്ള മുഴുവൻ കള്ളന്മാരെയും കൊലപാതകളെയും അങ്ങേയല്ലേ പിടിക്കാൻ പോകുന്നത്. നിനക്ക് മാത്രമേ എന്നെ ഒരു വിലയില്ലാതെയുള്ളൂ. ഡിപ്പാർട്ട്മെന്റിൽ എന്നെ നരസിംഹം എന്നാ വിളിക്കുന്നത്. അറിയാമോ നിനക്ക്? പക്ഷെ അവർക്കാർക്കും അറിയില്ലല്ലോ ഇങ്ങനൊരു ശിക്കാരി ശംഭുവാണെന്ന്. ഇതു, നീ എന്നെ വെറുതെ ദേഷ്യം പിടിപ്പിക്കരുത്. നീ എന്റെ കയ്യിൽ നിന്ന് നല്ലത് വാങ്ങിക്കും കേട്ടോ. എനിക്ക് കുറച്ച് കൂടുന്നുണ്ട്. അപ്പൊ എന്റെ കൈ എന്താ, മാങ്ങാ പറിക്കാൻ പോകുമോ? നിങ്ങളെ തല്ല, ഞാൻ നിങ്ങളെയും തിരിച്ചു തല്ലും. അല്ല, ഒരു പോലീസുകാരൻ വന്നേക്കുന്നു. നിർത്ത്, 2 മിനിറ്റ് വെച്ച് നിർത്തിക്കോ ഇത്, അല്ലെങ്കിൽ ഇത് കയ്യാങ്കളിയിലെ അവസാനിക്കൂ. അച്ഛൻ ശിക്കാരി ശംഭുവാണോ നരസിംഹമാണോ എന്നൊക്കെ നമുക്ക് ടൂർ കഴിഞ്ഞ് വന്ന് തീരുമാനിക്കാം. ആദ്യം നമുക്ക് ടൂർ പോകുന്നതിനെ കുറിച്ച് പ്ലാൻ ചെയ്യാം. അച്ഛൻ ഇപ്രാവശ്യം ഞങ്ങൾ വെറുതെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല. എല്ലാ പ്രാവശ്യം ഞങ്ങൾ ഓരോന്ന് പറഞ്ഞ് പറ്റിക്കും. ഇപ്രാവശ്യം ഞങ്ങൾ ടൂറിന് കൊണ്ടുപോയേ പറ്റത്തുള്ളൂ. ഓക്കെ, ടൂറിന് കൊണ്ടുപോകാം. പക്ഷെ ഞാൻ പറയുന്ന സ്ഥലത്ത് മാത്രമേ നമ്മൾ പോകുള്ളൂ. അല്ലെങ്കിൽ ടൂറിന് പോക്ക് ക്യാൻസൽ. അച്ഛൻ പറയുന്ന സ്ഥലത്ത് ഞങ്ങൾ വരാം. അച്ഛൻ പറ, സ്ഥലം പറ. ഞങ്ങൾക്ക് എവിടെയെങ്കിലും പോയാൽ മതി. ഈ വീട്ടിൽ നിന്ന്, ഈ വീടിനകത്ത് ഇരുന്നിരുന്ന് ബോറടിച്ചു. അതെ അച്ഛാ, എവിടെ ആയാലും ഞങ്ങൾ വരാം. അച്ഛൻ പറയുന്ന സ്ഥലത്ത് ഞങ്ങൾ വരാം. പക്ഷെ 2-3 ദിവസത്തേക്ക് എങ്ങോട്ടേലും ഇവിടെ നിന്ന് മാറി നിൽക്കണം. അത്രേ വേണ്ടു ഞങ്ങൾക്ക്. ഒക്കെ കൊള്ളാം, എവിടെ വേണേലും പോകാം. പക്ഷെ ഒരു കണ്ടീഷനുണ്ട്. എവിടെ ചെന്നാലും എനിക്ക് ഫുഡ് ഉണ്ടാക്കാനൊന്നും വയ്യ. ആഹാരം ഉണ്ടാക്കാനും തുണി കഴുകാനും പാത്രം കഴുകാനും ഒന്നും എനിക്ക് വയ്യ. 3 ദിവസം റെസ്റ്റ് കിട്ടാൻ പറ്റുന്ന ഒരു സ്ഥലത്തേക്കാണെങ്കിൽ മാത്രം ഞാൻ വരാം. ഓക്കെ, നമുക്കൊരു കാര്യം ചെയ്യാം. നമ്മുടെ എസ്റ്റേറ്റിലേക്ക് പോകാം. നിനക്കറിയാമല്ലോ, നമുക്ക് നാട്ടിലൊരു എസ്റ്റേറ്റ് ഉണ്ടെന്നുള്ള കാര്യം. അവിടെ പോകാം. അവിടെയാകുമ്പം ജോലിക്കാരും ഒക്കെ ഉണ്ട്. നമുക്ക് ഒരു 7-8 ദിവസം നമുക്കവിടെ അങ്ങ് അടിച്ചു പൊളിക്കാം. അവിടെ ആകുമ്പോൾ ഇഷ്ടംപോലെ കാര്യങ്ങൾ കാണാനും ഉണ്ട്. അതെന്ത് കുന്തവാ? ഈ അച്ഛൻ ഏതോ പട്ടിക്കാട്ടി കൊണ്ടുവന്ന കാര്യമാ പറയുന്നത്. അങ്ങനെയല്ല മക്കളെ, അവിടെ ഒരുപാട് കാര്യങ്ങൾ കാണാനുണ്ട്. ഒരു ഫോറസ്റ്റിനകത്തായിട്ടുള്ള ഒരു വീടാണ്. ആ വീടിനടുത്തായിട്ട് അരുവിയുണ്ട്, നദികളുണ്ട്, കുഞ്ഞു കുഞ്ഞു മലകളുണ്ട്, നല്ല നല്ല പൂക്കളുണ്ട്. നല്ല പ്രകൃതി രമണീയമായ സ്ഥലമാണ്. ഒരു 7 ദിവസം കണ്ടു തീർക്കാനുള്ള കാര്യങ്ങൾ അവിടെയുണ്ട്. നിങ്ങൾക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും അവിടെ പോയാൽ. അതെ, നല്ല എക്സ്പീരിയൻസ് ആയിരിക്കും അവിടെ ചെന്നാൽ. അവിടെ പോയാൽ അധികം പൈസയും ചിലവാകത്തില്ല. എല്ലാം ഫ്രീ ആയിട്ട് കാണാൻ പറ്റുന്ന കാര്യങ്ങളാണ് അവിടെ ഉള്ളത്. കാശിൻ്റെ ചിലവും കുറയ്ക്കാം. എന്തു പറയുന്നു?
ദൈവമേ, ഇതുപോലൊരു പിശുക്കനെയാണല്ലോ ഈശ്വര എൻ്റെ തലയിൽ കെട്ടിവെച്ചത്. ഹോ, എനിക്ക് വയ്യ. The next day. ഇത്ര നേരം കൊണ്ട് നിങ്ങൾ റെഡിയാവുക? ഇതുവരെ റെഡിയായി കഴിഞ്ഞില്ലേ? വണ്ടി ഇപ്പം ഇങ്ങ് എത്തും. വണ്ടി വരാൻ പറഞ്ഞ സമയമായല്ലോ, വണ്ടിയും കാണുന്നില്ലല്ലോ. നീ ഇവന്മാർ ഇത് എവിടെ പോയി കിടക്കുവാണോ ആവും. ആർക്കും ഒരു പഞ്ച്വാലിറ്റി ഇല്ല. പഞ്ച്വാലിറ്റിയും ഡിസിപ്ലിനും ഒന്നുമില്ല ആർക്കും. ദൈവമേ, വണ്ടി ഇങ്ങ് എത്തി. എന്തായാലും ഈ വണ്ടി ഇതിങ്ങ് എത്തിയിട്ട് നിങ്ങളൊക്കെ എന്ത് ചെയ്യുകയാണെന്നാ? ആരും ഒരുങ്ങി കഴിഞ്ഞില്ലേ ആവും. അതേ, വണ്ടി വന്നു കേട്ടോ. നിങ്ങളെല്ലാവരും എന്തെടുക്കുക? വരുന്നെങ്കിൽ അല്ലെങ്കിൽ ഞാൻ തനിച്ചു പോവും. കുറച്ചു നേരം ഒന്ന് വെയിറ്റ് ചെയ്യണേ. എല്ലാവരും ഇപ്പോൾ എത്തും കേട്ടോ. എന്തിനാടാ കിടന്നിങ്ങനെ ബഹളം വെക്കുന്ന നീയും? അവരെല്ലാരും തേടെ ഇറങ്ങുന്നുണ്ട്. ചുമ്മാ തന്നെ ഇറങ്ങിയാൽ മതി, വീടൊക്കെ പൂട്ടണ്ടേ? അത് പിന്നെ അച്ഛാ, ഞാൻ ആരെയും കാണാത്തത് കൊണ്ട് പെട്ടെന്ന്. ഇവരെല്ലാരും വരുന്നുണ്ട്, നമുക്ക് വണ്ടിയോട്ട് കയറിയിരിക്കാം. ലഗേജ് ഒക്കെ എടുത്ത് വെച്ചായിരുന്നോ വണ്ടിയിൽ? ലഗേജ് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ടോ? എല്ലാരും എത്തി കേട്ടോ. വണ്ടി എടുത്തോളൂ. രാത്രി ആകുന്നതിന് മുമ്പ് നമുക്ക് അവിടെ എത്തണം. എന്റെ ഈശ്വരന്മാരെ കാത്തോണേ, ഇനി എന്തെല്ലാം ആപത്തുകളാണോ ആ കാടിനുള്ളിൽ നമ്മളെയും കാത്തിരിക്കുന്നത്. ടൂറ് പോകാൻ പറ്റിയ ഒരു സ്ഥലം. എന്തോ ചെയ്യാനാന്ന് പറ ഭഗവാനെ, കാത്തോണേ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത എപ്പിസോഡുകളിൽ ഇനി എന്തൊക്കെയാണോ നടക്കുന്നതെന്ന് ഞങ്ങൾക്കൊരു നിശ്ചയമില്ല. ദൈവമേ, കാത്തുരക്ഷിക്കണേ. നിങ്ങളെല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. എനിക്കെന്തോ പേടിയാവുന്നു. നമുക്ക് തിരിച്ചു പോകാം. പേടിക്കാനൊന്നുമില്ല. നമ്മൾ ഇത്രയും പേരില്ലേ, നമുക്ക് ഒന്നിച്ച് നിന്നാൽ മതി. ഒരു കുഴപ്പവുമില്ല. അയ്യോ, ഇവരിത് എവിടെ പോയി? റിയ, പിങ്കി, ചന്തു, നിങ്ങളിത് എവിടെയാ? എന്തിനാ ചേട്ടാ ഇങ്ങനെ കാറ് പോകുന്നത്? ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ടല്ലോ. പെൺപിള്ളേരെ മര്യാദയ്ക്ക് കൂടെ തന്നെ നിന്നോണം കേട്ടോ, മനുഷ്യനെ പേടിപ്പിക്കാനായിട്ട്. അപ്പൊ പേടിയൊക്കെ ഉണ്ടല്ലോ രണ്ടാൾക്കും. പിന്നെ എന്ത് ധൈര്യത്തിലാണ് ഇങ്ങോട്ട് കയറിയത്? ആ പേടിയുണ്ട്. പിന്നെ പേടിയില്ലാണ്ട് അറിയാത്തൊരു സ്ഥലത്ത് വരും പേടി ഉണ്ടാവത്തില്ലേ? തിരിഞ്ഞു നോക്കിയപ്പോൾ നിങ്ങളെ കണ്ടില്ല, പല്ലും കാണിച്ചുകൊണ്ട് നിൽക്കുന്നു. മതി മതി, രണ്ടാളും അടിയുണ്ടാക്കിയത്. അല്ലെങ്കിൽ ഇനി ഇതേ പിടിച്ച് കേൾക്കണം. ഇവിടെ നിന്ന് വർത്താനം പറയാതെ വാ, നമുക്ക് മുമ്പോട്ട് പോയി നോക്കാം. ഹായ്, ഒരു സോഫ. ഇനി ഒന്ന് ഇരുന്നിട്ടൊക്കെ നമുക്ക് തുടങ്ങാം യാത്ര. കുറെ കാലങ്ങളായും തോന്നും ഇത് നടക്കാൻ തുടങ്ങിയിട്ട്. കിളവാ, നിന്നെ കൊണ്ട് തോറ്റു. നീ കുറെ നേരമായി തുടങ്ങിയിട്ട്. നീ എന്റെ കയ്യിൽ വാങ്ങിക്കും കേട്ടോ. എന്താ സൗണ്ട് കേൾക്കുന്നത്? എനിക്ക് പേടിയാവുന്നു. ആരാ ഡോർ അടച്ചത്? അത് വല്ല കാറ്റത്തും ഡോർ അടഞ്ഞതായിരിക്കും. നമ്മൾ കയറിയപ്പോൾ ഡോർ തുറന്നല്ലേ കയറിയത്. കാറ്റടിച്ച് ഡോർ അടഞ്ഞതായിരിക്കും. അല്ല ചേട്ടാ, എനിക്കെന്തോ പേടിയാവുന്നു. എന്തോ പ്രശ്നമുണ്ട് ഈ വീടിന്. ചന്തു പറഞ്ഞത് ശരിയാണെന്ന് തോന്നുന്നു. അയ്യോ, അതെന്ത് സാധനമാ പറന്നു വരുന്നേ? അയ്യോ, തേണ്ട പോകുന്നത്. ഒന്നും മിണ്ടാതിരിപ്പിക്കുന്നു. ഞാൻ പറഞ്ഞില്ലേ ചേട്ടാ, ഈ വീടിന് എന്തൊക്കെയോ കുഴപ്പമുണ്ടെന്ന്. ചന്തു പറഞ്ഞത് ശരിയാ. നമ്മൾ പെട്ടു എന്നാ തോന്നുന്നത്. എത്രയും പെട്ടെന്ന് നമുക്കിവിടെ രക്ഷപ്പെടാം. അപ്പോഴേ നിങ്ങളോടൊക്കെ പറഞ്ഞതല്ലേ, അമ്മ പറഞ്ഞതാ ഈ വീട്ടിൽ പ്രേതശല്യം ഉണ്ടെന്ന്. അപ്പം നിങ്ങൾ കേട്ടില്ല. അതാ പറയുന്നത്, എന്തെങ്കിലും പറഞ്ഞാൽ ഒന്ന് കേൾക്കണം. നമുക്ക് ഇതുവഴി പോയി നോക്കാം. നമ്മൾ വന്ന വഴി കാണുന്നില്ലല്ലോ. ദേ ദേ, അങ്ങോട്ട് നോക്കിക്കേ. അവിടെ അവിടെ. ആ പിള്ളേരെ ഓടിക്കോ ഓടിക്കോ, രക്ഷപ്പെട്ടു. രക്ഷപ്പെട്ടു. ഇത് പുറത്തോട്ടുള്ള വഴി കാണുന്നില്ലല്ലോ ചേട്ടാ. നമ്മൾ എങ്ങനെ പുറത്തെത്തും? നീ അങ്ങോട്ട് നോക്കിക്കേ, അവിടെ എന്തോ നിൽക്കുന്നു. അതെ, അത് നമ്മുടെ അടുത്തേക്ക് വരുവാണല്ലോ. വാ, നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് എങ്ങനെ രക്ഷപ്പെടാം. വാ, ഇറങ്ങ്, എളുപ്പം വാ. പുറത്തു നിന്ന് നോക്കുമ്പോൾ ഒരു ചെറിയ വീടാണ്, പക്ഷെ ഇത് ഒരുപാട് മുറികളുണ്ടല്ലോ. ഇതിപ്പോ എങ്ങനെ നമ്മൾ പുറത്തോട്ട് ഇറങ്ങുന്നത്? വഴിയൊന്നും കാണുന്നില്ലല്ലോ ചേട്ടാ. എനിക്ക് തോന്നുന്നു നമ്മൾ പെട്ടുവെന്നാ. നമുക്കിനി തിരിച്ച് വീട്ടിൽ പോകാൻ പറ്റില്ലേ? അയ്യോ, എനിക്ക് അമ്മയെ കാണണം, എനിക്ക് വയ്യ. നിങ്ങൾ ബഹളം വെക്കാതെ വാ, നമുക്ക് നോക്കാം. എങ്ങനെയായാലും നമുക്ക് രക്ഷപ്പെട്ടല്ലേ പറ്റൂ. ബാ, എൻ്റെ കൂടെ നടക്ക്. ബാ. നിന്റെ കൂടെ നടന്ന അവസാനം ഇങ്ങനൊരു ഗതി ആയത്. നമുക്ക് പുറത്തേക്ക് പോകാനുള്ള വഴി. നമുക്ക് അതുവഴി എളുപ്പം രക്ഷപ്പെടാം. ഒന്ന് എളുപ്പം നടക്കണ്ട പിങ്കി അങ്ങോട്ട്. നീ ഇതെന്ത് കാണിക്കുവാ? രക്ഷപ്പെട്ടു. പേടിച്ചിട്ട് കൈയും കാലും വിറയ്ക്കുന്നു. എന്തായാലും ഞാൻ ഇവിടെ നിന്ന് ഇരുന്നിട്ടേ വരുന്നുള്ളൂ, അല്ലെങ്കിൽ എനിക്ക് ഒരു അട്ടി കിടക്കാൻ പറ്റത്തില്ല. എന്റെ ചേച്ചി, നമുക്ക് വീട്ടിൽ പോയി ഇരിക്കാം. നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടെ പോകാൻ നോക്കാം. ഒന്ന് പോയേടി പെണ്ണേ, ഞാൻ എന്തായാലും ഇരുന്നിട്ടേ ഉള്ളൂ. പേടിച്ചിട്ട് എന്റെ മുട്ട് വിറയ്ക്കുന്നു. അയ്യോ, എൻ്റെ ഫോൺ കാണുന്നില്ല. നിങ്ങൾ എൻ്റെ കൂടെ ഒന്ന് വരാമോ? ആ വീടിനകത്ത് എൻ്റെ ഫോൺ വീണെന്ന് തോന്നുന്നു. ഒന്ന് വരാമോ പ്ലീസ്? ഒന്ന് പോയേടെ ചേട്ടാ, ഞങ്ങളാരും വരുന്നൊന്നുമില്ല. ആ ഫോൺ കളഞ്ഞേക്ക്, സാരമില്ല, നമുക്ക് വേറൊരെണ്ണം വാങ്ങിക്കാം. അങ്ങനെ പറയല്ലേ റീത്തു. എനിക്ക് ഈ വർഷത്തെ രണ്ടാമത്തെ ഫോൺ നിനക്കറിയാമല്ലോ. ആദ്യത്തെ ഫോണാണെങ്കിൽ ആ അപ്പു എടുത്ത് ക്ലോസറ്റിലിട്ടു. അതിനുശേഷം ഞാൻ അച്ഛൻ്റെ കാലും കൈയും പിടിച്ച് വാങ്ങിച്ച ഫോണാണ്. എടി പ്ലീസ് ദി, ഒന്ന് വാടി എൻ്റെ കൂടെ.
ഇവനെ കൊണ്ട് വലിയ ശല്യമായല്ലോ. ഞങ്ങളെല്ലാവരും വീണ്ടും ആ വീടിനുള്ളിലേക്ക് പോകുകയാണ് ചേട്ടൻ്റെ ഫോൺ വിളിക്കാനായിട്ട്. ഞങ്ങൾക്ക് എന്ത് സംഭവിക്കുമെന്ന് ഞങ്ങൾക്ക് ആർക്കും അറിയില്ല. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ. ആ ചന്തു എന്തി? ചന്തുനെ കണ്ടില്ലല്ലോ. എടാ ചന്തു, നീ ഇങ്ങോട്ട് വരുന്നുണ്ടോ? ഞാൻ അങ്ങോട്ട് വരണം. ചവിട്ടിയാൻ കയറ്റി അകത്തോട്ട് വീട്ടിൽ വേണം. എനിക്ക് എൻ്റെ അമ്മയെ കാണണം. ഞാൻ വീട്ടിൽ പോയിക്കോട്ടെ. നിങ്ങളെല്ലാവരും പോയി ഫോൺ എടുത്തിട്ട് വാ പ്ലീസ്. എനിക്ക് പേടിയാ. ഞാൻ മാത്രമേ ഉള്ളൂ എൻ്റെ അമ്മയ്ക്ക്. ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ നീ? എനിക്ക് എന്തെങ്കിലും പറ്റും നിന്റെ അമ്മ ഞങ്ങൾ നോക്കിക്കോളാം കേട്ടോ. മിണ്ടാതിരിക്കുന്നുണ്ടോ? മനുഷ്യൻ പേടിച്ച് മുട്ടി കുറച്ച് നിൽക്കുമ്പോഴാണ് അവൻ്റെ കളിഞ്ഞ കോമഡി. അറിയ എൻ്റെ കൂടെ നടക്കുക, നമുക്ക് ഒന്നിച്ചു പോയി നോക്കിയിട്ട് വരാം. എന്താ ഒരു സൗണ്ട് കേൾക്കുന്ന അകത്തുനിന്ന്? ആരോ അകത്തുണ്ടല്ലോ ചേട്ടാ. ആരോ വർത്താനം പറയുന്നു. പ്രേതങ്ങൾ ഡിന്നർ കഴിക്കുവാണെന്നാണ് തോന്നുന്നത്. ആ പിള്ളേരുടെ ഓട്ടം കണ്ടിട്ട് എനിക്ക് ചീരി വന്നു. എന്തുവായാലും നമ്മുടെ പണി ഒത്തിട്ടുണ്ട്. അവരിനി ജന്മത്തിൽ ഇങ്ങോട്ട് വരത്തില്ല. ഞാൻ കരുതി നമ്മുടെ പ്ലാനെല്ലാം അതുങ്ങൾ നശിപ്പിക്കുമെന്ന്. ഓ, എന്തായാലും എല്ലാം വാലും ചുരുട്ടിക്കൊണ്ട് ഓടിക്കളഞ്ഞു. ചേട്ടാ അവര് പറയുന്നത് കേട്ടോ? ഇത് നമ്മളെ പറ്റിച്ചതാ. ചേട്ടൻ പറഞ്ഞതാ ശരി. ഇതാരോ നമുക്കിട്ട് പണി തന്നതാ. ചേച്ചി, നമ്മളെ ഇത്രയും നേരം വിട്ട് പണി തന്നവന്മാർക്ക് നമുക്ക് തിരിച്ചൊരു പണി കൊടുക്കണ്ടേ? ആദ്യം അവന്മാരുടെ കള്ളത്തരം കണ്ടുപിടിക്കാം, എന്നിട്ട് നമുക്ക് അവന്മാർക്കിട്ടൊരു പണി കൊടുക്കാം. ശരി ശരി, എല്ലാവരും മിണ്ടാതെ നിൽക്കും. അവരെന്താ പറയുന്നത് നമുക്ക് ശ്രദ്ധിച്ച് കേൾക്കാം. രാത്രിയാകുമ്പോൾ വണ്ടി എത്തും. നമ്മൾ മോഷ്ടിച്ചു കൊണ്ടുവന്ന വിഗ്രഹങ്ങളില്ലേ, അത് ഇന്ന് തന്നെ ഇവിടുന്ന് കടത്തണം. ഇനി ഇവിടെ നിൽക്കുന്നത് സേഫ് അല്ല. നീ പറഞ്ഞത് ശരിയാണ്. നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോകണം. ചേച്ചി, അച്ഛന് ഫോൺ ചെയ്യും. അച്ഛനെ വിളിച്ച് കാര്യങ്ങൾ പറ. അച്ഛൻ എന്താ വേണ്ടതെന്ന് വെച്ചാൽ ചെയ്തോളൂ. അച്ഛാ, ഞങ്ങൾ ആ ഒഴിഞ്ഞു കിടക്കുന്ന ബംഗ്ലാവിലുണ്ട്. ഇവിടെ പ്രേതവും ഭൂതവും അല്ല ഉള്ളത്. 2 വലിയ കള്ളന്മാരുണ്ട്. അവന്മാർ എവിടുന്ന് വിഗ്രഹങ്ങൾ അടിച്ചു മാറ്റിക്കൊണ്ട് വന്നിട്ട് അതൊന്ന് കടത്തുന്നതിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അച്ഛൻ സ്റ്റേഷനിൽ വിളിച്ചു പറഞ്ഞാൽ ആരെങ്കിലും ഇങ്ങോട്ട് അയക്ക്. ഞങ്ങൾ ഇവിടെ കാണും. എന്താടാ നിന്റെ മുഖത്തൊരു ദേഷ്യം? പിള്ളേരെന്താ വിളിച്ച് പറഞ്ഞത്? ഒഴിഞ്ഞു കിടക്കുന്ന ബംഗ്ലാവില്ലേ, അവിടെ 2 കള്ളന്മാരുണ്ടെന്നാണ് കുട്ടികൾ പറയുന്നത്. എത്രയും പെട്ടെന്ന് പോലീസിനെ അയക്കാൻ അവർ പറയുന്നത്. ഞാനൊന്ന് സ്റ്റേഷനിലേക്ക് വിളിച്ചിട്ട് വരാം. ഈ പിള്ളേർ എവിടെ പോയാലും ഓരോ വാലും ഒപ്പിച്ചുകൊണ്ട് വരുമല്ലോ. നിങ്ങളെ കൊണ്ട് തോറ്റു. അച്ഛൻ വരുന്നത് വരെ അവരെ പിടിച്ചു നിർത്തണം ഇവിടെ എങ്ങനെയെങ്കിലും. അവന്മാർ നമുക്കിട്ട് പണി തന്നതല്ലേ, ഇനി കുറേ നാൾ അവന്മാർ ജയിലിൽ കിടക്കട്ടെ. അതെ അതെ, ഞാനാണെ പേടിച്ച് നിക്കറേ മുള്ളുക വരെ ചെയ്തു. ഇവൻ പേടിച്ച് മുള്ളുക മാത്രമല്ലെന്ന് തോന്നുന്നു, അപ്പി ഇട്ടിട്ടുണ്ട്. ചുമ്മാതല്ല ഇവിടെ അവിഞ്ഞ നാറ്റം. മതി മതി, നിർത്ത്. അവർ നമ്മുടെ സൗണ്ട് കേൾക്കും. മിണ്ടാതിരിക്കുന്നുണ്ട് എല്ലാം. ഹലോ കുട്ടികളെ, എവിടെയാണ് കള്ളന്മാര്? ആരാണ് കള്ളന്മാര്? എന്തിയ കള്ളന്മാര്? ഡേ ഡേ ഡേ, ഒന്ന് അടങ്ങ്. ഇതൊക്കെ ഞാൻ ചോദിച്ചോളാം. ഞാൻ ചോദിക്കേണ്ട ചോദ്യമൊക്കെ നീ എന്തിനാ ചോദിക്കുന്നത്? ഒന്ന് അടങ്ങ്, പതുക്കെ പതുക്കെ. കള്ളന്മാരെവിടെ? ദേ അങ്കിൾ, ആ മുറിയിലുണ്ട്. അവരെന്തോ വിഗ്രഹം കടത്തതിനെ കുറിച്ചൊക്കെ സംസാരിക്കുകയാണ്. എളുപ്പം ചെന്ന് അവരെ കൈയോടെ പിടിക്കാം. അവന്മാരെ പിടിച്ച് ഇന്ന് അവന്മാരെ ഇടിച്ച് ഇഞ്ച പരുവാക്കണം. എൻ്റെ കൈയൊക്കെ ഒന്ന് നോക്കട്ടെ. കോൺസ്റ്റബിൾ, കമോൺ. അതെ, എന്തോ ശബ്ദം കേൾക്കുന്നു പുറത്ത്. നീ കേൾക്കുന്നില്ലേ? ആ പിള്ളേർ വീണ്ടും തിരിച്ചു വന്നെന്നാ തോന്നുന്നു. അയ്യോ, പോലീസ്! യു ആർ അണ്ടർ അറസ്റ്റ്. തന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഡയലോഗ് താൻ പറയണ്ടാന്ന്. ഞാൻ പറഞ്ഞോളാം, എനിക്കറിയാൻ പറയാൻ. വാ എടുക്കണം. യു ആർ അണ്ടർ അറസ്റ്റ്. ദിയ, എഴുന്നേക്ക് ദിയ. സമയം എന്തുവായെന്ന് അറിയാമോ നിനക്ക്? നീ ഒന്ന് വന്നേ ഇങ്ങോട്ട്. അടുക്കളയിലേക്കൊന്ന് വന്നേ. ഒന്ന് ഹെൽപ്പ് ചെയ്തേ എന്നെ. ഓ, ഈ അമ്മ ഒന്ന് ഉറങ്ങാൻ സമ്മതിക്കത്തില്ല. ഒരു അവധി ദിവസം ഉണ്ടെങ്കിൽ ഒന്ന് ഉറങ്ങാൻ സമ്മതിക്കത്തില്ല. ദിയ 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 ചത്തു. ചത്തെങ്കിൽ നിന്നെ എടുത്ത് കുടിച്ചിടാം. നീ ഒന്ന് എഴുന്നേറ്റ് വരുന്നുണ്ടോ ഇങ്ങോട്ട്? എന്നെ ചുമ്മാ ദേഷ്യം പിടിപ്പിക്കാതെ. ഒന്ന് പോയേ അമ്മ. ഞാൻ കുറച്ചു നേരം കൂടി കിടന്നിട്ട് വരാം. അമ്മ ചെല്ലോ, ഒരു 10 മിനിറ്റ്. ഇപ്പം വരാം. അത്രയ്ക്കായോ? നിനക്ക് ഞാൻ കാണിച്ചു തരാം അവിടെ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന്. നിന്റെ ഉറക്കം വെയിൽ വന്ന് ഉച്ചയിൽ കയറിയാലും അവൾ എഴുന്നേക്കത്തില്ല. നിന്നെ ശരിയാക്കി തരുന്നുണ്ട് നിന്നെ ഞാൻ. അയ്യോ, എന്താ അമ്മ ഈ കാണിക്കുന്നത്? എൻ്റെ നടു ഒടിഞ്ഞില്ലേ? ഈ അമ്മയുടെ ഒരു കാര്യം. മര്യാദയ്ക്ക് നിന്നില്ലെങ്കിലുണ്ടല്ലോ എൻ്റെ സ്വഭാവം വളരെ മോശമാണ്. ഞാൻ ആരാണെന്ന് നിനക്കറിയാമോ? എൻ്റെ അടുത്ത് കളിച്ചാൽ ഇങ്ങനെ ഇരിക്കും കളി. എൻ്റെ ഒരു കാര്യം. ഓ, ഈ അമ്മയെ കൊണ്ട് തോറ്റു. ഒരു രക്ഷയില്ല. ഈ അമ്മ എന്താ ഇങ്ങനെ? എൻ്റെ ദൈവമേ, ഇതിനെ എങ്ങനെയാ സൃഷ്ടിച്ചത്? ഇതെന്തൊരു സാധനമായത്? ഒരു ദയവില്ല, കരുണയുമില്ല. ഓ, ഇതിനെ മാത്രമേ കിട്ടിയുള്ളൂ എൻ്റെ അമ്മയാക്കാൻ. ഞാൻ എന്ത് പാപം ചെയ്തിട്ടാണോ ഞാൻ ഇതിൻ്റെ മോളായിട്ട് ജനിച്ചത്? എനിക്ക് വയ്യായേ എൻ്റെ ഭഗവാനേ. എടി ദിയ, നീ എന്നെ വീണ്ടും അങ്ങോട്ട് വരുത്തിക്കരുത്. എളുപ്പം വരാനാ പറഞ്ഞത് അടുക്കളയിലേക്ക്.
ഈ വീട്ടിലെ പണിയെടുത്ത് എൻ്റെ നടു ഒടിഞ്ഞ്. എൻ്റെ ഒരു വിധി, അല്ലാതെ എന്ത് പറയാനാ. ഇതുങ്ങൾക്കൊക്കെ വെച്ച് വിളമ്പി ഞാൻ തളർന്നു. ഇങ്ങോട്ടേലും ഒന്ന് ഇറങ്ങിപ്പോയാലെന്താന്ന് ആലോചിക്കുവാൻ. എവിടെ പോകാനാ? അമ്മ എന്തോ ആലോചിച്ചുകൊണ്ട് നിൽക്കുന്നേ? ഞാൻ വേണ്ട വന്നു. നീ എന്താ ചെയ്യേണ്ടതെന്ന് പറ. ഇനി ഇതിൻ്റെ പേരിൽ അമ്മ ഇനി സെൻറ്റി അടിച്ച് വഷളാക്കണ്ട. ആരടി സെൻറ്റി അടിച്ചത്? കാര്യം പറഞ്ഞതല്ലേ ഉള്ളൂ. നാളെ നീ ഒരു വീട്ടിൽ പോയി താമസിക്കേണ്ടതല്ലേ? നീ ഇതൊക്കെ പഠിച്ചില്ലെങ്കിൽ ഇനി എന്നാ ഇതൊക്കെ പഠിക്കുന്നത്? നിനക്കിതൊന്നും അറിയണ്ടല്ലോ. നീ ഇങ്ങനെ നടന്നു കയറൂരി വിട്ട കഴുതയെ പോലെ. ഞാനുണ്ടല്ലോ ഇവിടെ പണിയെടുക്കാനായിട്ട്, ഒന്ന് സഹായിക്കാൻ. ഒരു പാത്രം ഒന്ന് അങ്ങോട്ട് മാറ്റി വെക്ക്, അല്ലെങ്കിൽ ഒരു കൂട്ടാനൊന്ന് അരിഞ്ഞു തന്ന നിന്റെ കയ്യിലെ വള ഊരി പോടി. ഓ, ഞാൻ വന്നില്ലേ, എന്താ ചെയ്യേണ്ടതെന്ന് പറ, ഞാൻ ചെയ്യാം. എൻ്റെ പൊന്നോ, അമ്മയൊന്ന് ദേഷ്യപ്പെടാതിരിക്കാവോ? രാവിലെ തന്നെ മനുഷ്യൻ്റെ മൂഡ് കളയല്ലേ. ഈ അടുപ്പത്തിരിക്കുന്ന കറിയുണ്ടല്ലോ, കരിയാതെ നോക്കിക്കോണം. ഞാനൊന്ന് ഇപ്പം വരാം, ഒരു അത്യാവശ്യ കാര്യമുണ്ട് കേട്ടല്ലോ. കരിഞ്ഞാൽ നിന്നെ ഞാൻ കൊല്ലും, നോക്കിക്കോണം ഇത്. ഓ, അമ്മയുടെ ഒരു കറിയും ഇല്ല. ഞാൻ നോക്കിക്കോളാം, കറിയത്തില്ല. അമ്മ പോയിട്ട് വാ, പെട്ടെന്ന് വരണം, അല്ല അവിടെ അങ്ങ് നിൽക്കണം. ഈശ്വര, എന്തിനാ എന്നെ ഈ വീട്ടിലെ മൂത്ത പെങ്കൊച്ചായിട്ട് ജനിപ്പിച്ചത്? എനിക്കൊരു ചേട്ടനുണ്ട്, അവനിതൊന്നും അറിയണ്ടല്ലോ. പിന്നെ താഴെയുള്ള 2 കുരിപ്പുകളും വളരെ ഉണ്ടായിരുന്നു. ചെറുതായിട്ടിരുന്നാൽ മതിയായിരുന്നു, ഒന്നും അറിയണ്ടായിരുന്നു. ഈശ്വര, ഇവിടെ എങ്ങാനും കയറി ഇരുന്ന് കറി നോക്കാം. ഇവിടെ ഇരുന്നാലും കറി കാണാമല്ലോ, ഇവിടെ ഇരിക്കാം. എടി ദിയ, അങ്ങോട്ട് നോക്കടി. കാരണം മൊത്തം തീ കയറിപ്പോയി. നിന്നെ എന്തിനു കൊള്ളാം? നിന്നെ ഒരു കാര്യം ഏൽപ്പിച്ച് നീ മര്യാദയ്ക്ക് നോക്കുവോ? അയ്യോ അമ്മേ, ഞാൻ അറിയാതെ ഉറങ്ങിപ്പോയി അമ്മേ. എന്നോട് ക്ഷമിക്കമ്മേ, എന്നെ ഒന്നും ചെയ്യല്ലേ. എന്നെ ചെയ്യുവല്ല, നിന്നെ കൊല്ലുവാ വേണ്ടത്. ഇനി രാവിലെ ഞാൻ എന്തോ തരും നിനക്കൊക്കെ. എത്ര കഷ്ടപ്പെട്ട് തന്നെ കറി ഉണ്ടാക്കി അതിനകത്ത് വെച്ചെന്നറിയാമോ? അതെങ്ങനെ എന്തെങ്കിലും ജോലി ചെയ്താലല്ലേ കഷ്ടപ്പാടിന്റെ വില അറിയത്തുള്ളൂ. ഇറങ്ങിപ്പോയി അടുക്കളയിൽ നിന്ന് എളുപ്പം. ഇനി എല്ലാരും കഴിക്കാൻ വന്നിരിക്കുമ്പോ ഞാൻ ഇതിനൊക്കെ എന്തോ കൊടുക്കും. എന്റെ ഭഗവാനെ, സമയമായല്ലോ ആഹാരം കഴിക്കാനുള്ള. എന്നെ പറഞ്ഞാൽ മതി ആ പെണ്ണിനെ ഏൽപ്പിച്ചിട്ട് പോയത്. എന്റെ ഒരു കഷ്ടകാലം. പിങ്കി എഴുന്നേറ്റേ പിങ്കി. ഇവളെന്താ പോത്ത് പോലെ കിടന്നുറങ്ങുന്നത്? എത്ര നേരം കൊണ്ട് വിളിക്കുവാ ഞാൻ. പിങ്കി. അയ്യോ അമ്മേ, ഓടി വായോ, എന്നെ കോക്കാച്ചി പിടിച്ചേ. കോക്കാച്ചല്ല, മാക്കാച്ചി. എഴുന്നേക്കടി കഴുതി അങ്ങോട്ട്. എന്തുവാ ഇത്? നിനക്ക് എന്തിന്റെ അസുഖമായത്? ഞാൻ ഒരിടത്ത് മര്യാദ കഴിക്കാൻ സമ്മതിക്കത്തില്ലേ? നീ എന്തിനാ ഇങ്ങനെ അലറിയാലും മനുഷ്യനെ പേടിപ്പിച്ച് കൊല്ലുവല്ലോ. സോറി എടി, ഞാൻ പെട്ടെന്ന് നിന്നെ വിളിച്ചിട്ട് നീ ഉണരാത്തത് കൊണ്ട് ഞാൻ അത്ര ഒച്ചത്തിൽ വിളിച്ച. സോറി. നിന്റെ മുതുക് പോയോടി? നിന്റെ മുതുകിന് എന്തെങ്കിലും പറ്റിയോ? മനുഷ്യനെ ഉരുട്ടിയിട്ട് കൊന്നതും പോലെ പിന്നെ അവന്റെ വലിച്ചൊരു കോമഡി. നിന്നെ ശരിയാക്കുന്നുണ്ട് ഞാൻ പറഞ്ഞേക്കാം. എന്തിനാണ് കാറ് കൂടി? കാര്യം പറ. ഒരു മന്തി കഴിച്ചാലോ ഒന്ന്? ഏത് മന്ത്? ആർക്കാടാ മന്ത്? നിനക്കാണോ മന്ത്? ഓ, ഞാൻ മന്തെന്നല്ല പറഞ്ഞത്, കുഴിമന്തി കഴിക്കുന്ന കാര്യമാ പറഞ്ഞത്. കുഴിമന്തിയോ? എന്താ നീ കുഴിമന്തിന്ന് കേട്ടിട്ടില്ലേ ഇതിനു മുമ്പ്? കുഴിമന്തി തന്നെ അല്ലേ ഞാൻ പറഞ്ഞത്? അക്ഷരം ഒന്നും മാറ്റി പറഞ്ഞില്ലല്ലോ. ഇത്രയ്ക്കങ്ങ് എക്സ്പ്രഷൻ ഇട്ട് ചാവാന്. അല്ലടാ, പെട്ടെന്ന് കുഴിമന്തിന്ന് കേട്ടപ്പോഴേ അത് കേട്ടേന്റെ ഒരു വെപ്രാളത്തിൽ ഞാൻ അങ്ങനെ ചോദിച്ച. അതൊക്കെ പൊട്ടന് കാര്യം പറ. എന്നും ഈ സാമ്പാറും അവിയലും ചോറും തോരനും മെഴുക്കുവരട്ടൊക്കെ കഴിച്ച് മടുത്തടി. നമുക്കിന്നൊന്ന് വെറൈറ്റി ആക്കിയാലോ? അമ്മയോട് പറഞ്ഞു നോക്കാം കുഴിമന്തി വാങ്ങിച്ചു തരാൻ. അമ്മ വാങ്ങി തരുമായിരിക്കും. നീയും കൂടെ വരാമോ എൻ്റെ കൂടെ? എളുപ്പം അങ്ങോട്ട് ചെല്ല്. ഇപ്പം അമ്മ ഞാൻ കുഴിമന്തി വാങ്ങിച്ചില്ല, പറയാൻ താമസതേ ഉള്ളൂ. നീ എളുപ്പം ചെല്ല്. എടി, നമുക്ക് ശ്രമിച്ചു നോക്കാം. ഒത്തിരി നാളായില്ലേ നമ്മൾ പുറത്തുനിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട്. അപ്പം അമ്മ ഉറപ്പായിട്ട് നമുക്ക് കുഴിമന്തി വാങ്ങിത്തരും. നീ വാ, നമുക്കൊന്ന് സംസാരിച്ച് നോക്കാം. ആ ശരി, വാ പോയി നോക്കാം. ഈ റേഡിയോ എന്താ ഓണാവാത്തത്? കുറേ നേരമായി ഞാൻ നോക്കുന്നു. എൻ്റെ ബാറ്ററി തീർന്നതാണോ? ബാറ്ററി ഉണ്ടോ എന്തോ. എടി റീറ്റു, നീ ഒന്ന് എഴുന്നേറ്റ്. എത്ര നേരമായി ഇങ്ങനെ കിടക്കുന്നു? എന്തുവാ മനുഷ്യ, ഒരിടത്ത് കിടന്ന് ഉറങ്ങാൻ സമ്മതിക്കത്തില്ലേ നിങ്ങൾ? എന്തുവാ നിങ്ങൾക്ക് വേണ്ടത്? ഇത്രയും നേരം അടുക്കള ജോലി ചെയ്ത് വന്ന് കിടന്നാ കുറച്ചു നേരം, അപ്പോഴത്തേക്ക് തുടങ്ങും റീറ്റു. എടി, ഈ റേഡിയോയുടെ ബാറ്ററി ഇരിപ്പുണ്ടോ ഇവിടെ? ഇതിനകത്ത് കേൾക്കുന്നില്ല പാട്ടൊന്നും. ബാറ്ററി ഉണ്ടെങ്കിൽ ഒന്ന് മാറ്റിയിട്ട് നോക്കാമായിരുന്നു. പൊന്നു മനുഷ്യ, ഈ കട്ടിലെ കിടക്കാൻ ഞാൻ തന്നെ പോയി നോക്കണമെന്നുണ്ടോ ബാറ്ററി ഉണ്ടോ ഇല്ലയോ എന്ന്? നിങ്ങൾക്ക് പോയി ഒന്ന് നോക്കിക്കൂടായോ? ഇതൊരു വല്ലാത്ത കഷ്ടം തന്നെയാ ഇത്. നീ ഇങ്ങനെ ദേഷ്യപ്പെടാതെ നീ എന്നോട് അങ്ങ് ക്ഷമിക്ക്. പോട്ടെ, ഞാൻ അറിയാതെ വിളിച്ചതല്ലേ. നീ തലവേദനയുടെ കാര്യം പറഞ്ഞപ്പോൾ ഞാനൊരു കാര്യം ഓർത്തേ. ഇവിടെ എന്താ ഇത്രയും നിശബ്ദത? സാധാരണ ഇങ്ങനെ അല്ലല്ലോ അവധിയുള്ള ദിവസം. ഭയങ്കര ബഹളമായിരിക്കുമല്ലോ. ഇവിടെ ആരും ഇല്ലേ? പിള്ളേരൊന്നും ഇല്ലേ ഇവിടെ എങ്ങും?
നിങ്ങൾക്ക് തീരെ പറ്റുന്നില്ല. എനിക്കറിയാൻ മേലാത്തോണ്ട് ചോദിക്കുന്നതാണ് ഞാൻ. മനുഷ്യന് കുറച്ചു നേരം മനസ്സമാധാനത്തെ ഇരിക്കുന്നതുകൊണ്ട് ഇത്രയും കുശുമ്പുണ്ടോ? ഹോ, ഇതെന്തൊരു കഷ്ടമാണെന്ന് പറ. എൻ്റെ പൊന്നു റീത്തു, ഞാൻ വെറുതെ പറഞ്ഞതാ. നീ കിടന്ന് ബഹളം വെക്കല്ലേ. നീ ആ കട്ടിലിൽ നിന്ന് താഴെ ഇറങ്ങ്. ഇനി അതീന്നങ്ങാണ് ഉരുണ്ട് വീണ് നടു ഒടിക്കാതെ. അമ്മേ അമ്മേ, നിങ്ങൾക്ക് സമാധാനമായല്ലോ. വരുന്നുണ്ട് കുട്ടിപ്പട. ഇനി എന്ത് പ്രശ്നമാണോ ആവോ. നിങ്ങളുടെ ചിരി ഞാൻ തീർത്തു തരുന്നുണ്ട്. നിങ്ങളുടെ ഒരു ഇളിച്ച ചിരി ഞാൻ വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഞാൻ. അമ്മേ അമ്മ എന്തുവാ കട്ടിലിന്റെ മണ്ടയ്ക്ക് കയറി നിൽക്കുന്നേ? ഡാൻസ് പ്രാക്ടീസ് ചെയ്യുവാണോ? അതേടാ, ഞാൻ ഡാൻസ് പ്രാക്ടീസ് ചെയ്യുക നിന്റെ കല്യാണത്തിന് വേണ്ടിയിട്ട്. മതിയോ നിനക്ക്? സമാധാനമായോ? നീ എന്തിനാണ് കമ്മേ കമ്മേ നടന്ന് വിളിച്ച കാര്യം പറയടാ. അയ്യോ അമ്മേ, എനിക്കിപ്പോൾ കല്യാണം ഒന്നും വേണ്ട. ഒരു 2-3 വർഷം കഴിഞ്ഞ് മതി കല്യാണം, കേട്ടോ? അതിനിപ്പോഴും എന്തിനാ അമ്മ ഡാൻസ് പ്രാക്ടീസ് ചെയ്യുന്നേ? ഇല്ലടാ, നിനക്ക് കല്യാണം ഞാൻ നാളെ തന്നെ നടത്തിത്തരാം. നീ എന്തിനാണെന്ന് വിളിച്ച് കാർ കൂവുന്ന കാര്യം പറയടാ. ഒരിടത്ത് കിടക്കാൻ സമ്മതിക്കത്തില്ല. എന്തൊരു പിള്ളേരെ ഇത്. ഓ ദൈവം, ശനിയും ഞായറും കൂടി സ്കൂൾ വെച്ചായിരുന്നു കുറച്ചെങ്കിലും മനസ്സമാധാനം കിട്ടിയേനെ. കാര്യം പറയടാ കുട്ടിപ്പിശാചികളെ, എന്തിനു വന്നതെന്ന് പറ. അമ്മ അതുണ്ടല്ലോ, എല്ലാ ദിവസവും ഞങ്ങൾ ചോറല്ലേ കഴിക്കുന്നത്. ഇന്ന് നമുക്കൊരു കുഴിമന്തി വാങ്ങിച്ചാലോ? പ്ലീസ് അമ്മേ, കുഴിമന്തി വാങ്ങിത്തരുമോ? അപ്പം ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ട് ഫുഡൊക്കെ ആര് കഴിക്കും? അതിന് ആർക്ക് കൊടുക്കും? പറയടാ. അങ്ങനെ ഇപ്പോൾ കുഴിമന്തി ഒന്നും കഴിക്കണ്ട. ഇന്ന് ഇവിടെ ഉണ്ടാക്കിയ ഫുഡൊന്നും കഴിച്ചാൽ മതി. നല്ല ചോറും മീൻ വറുത്തതും തോരനും മെഴുക്കുവരട്ടിയും സാമ്പാറും ഉണ്ട്. അത് കൂട്ടി അങ്ങോട്ട് ആഹാരം കഴിച്ചാൽ മതി, കേട്ടല്ലോ? കുഴിമന്തി പോലും കുഴിമന്തി. അമ്മേ പ്ലീസ് അമ്മേ, ഈ ഒരു പ്രാവശ്യത്തേക്ക് പ്ലീസ് അച്ഛാ. അമ്മയോട് ഒന്ന് പറയച്ചാ പ്ലീസ്. റീത്തു, ഇന്നൊരു ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ, പോട്ടെ. അവർക്ക് വാങ്ങിക്കൊടുക്കുന്നു. ഒരു കാര്യം ഞാൻ പറയാം. ഞാൻ ഉണ്ടാക്കി വെച്ച ഫുഡല്ല അപ്പം നിങ്ങൾ ഒറ്റയ്ക്ക് കഴിച്ച് തീർക്കുമോ? ഫുഡ് കൊണ്ട് വെറുതെ കളയാൻ പറ്റുമോ? കുഴിമന്തിയൊക്കെ വേണമെങ്കിൽ വാങ്ങിച്ചോ, നേരത്തെ തീരുമാനിക്കണമായിരുന്നു. ഇതെല്ലാം ഉണ്ടാക്കി വെച്ചിട്ട് കുഴിമന്തിക്ക് വേണ്ടി ആഹാരം ഒന്നും കൊണ്ടത് കളയാൻ പറ്റത്തില്ല. പറഞ്ഞാൽ മനസ്സിലായോ? നിങ്ങൾക്ക് കഴിക്കാവോ ഫുഡ് ഫുള്ള്? അങ്ങനെയാണ് നിങ്ങൾ കുഴിമന്തി വാങ്ങിക്കുക. അല്ലെങ്കിൽ പിന്നെ മിണ്ടായിരുന്നോണം. 2 പേരും കേൾക്കാൻ വേണ്ടി പറയുക. ഇവിടെ കുഴിമന്തി ഒന്നും വാങ്ങിക്കുന്നില്ല. മര്യാദയ്ക്ക് അപ്പുറത്തെങ്ങാനും പോയിരുന്ന് വല്ലതും പഠിച്ചു. ആഹാരം കഴിക്കാൻ സമയമാകുമ്പോൾ ഞാൻ ചോറും കറിയും എടുത്തു തരാം. ഇപ്പോൾ ഇവിടെ നിന്ന് പോയിക്കാൻ രണ്ടും ഞാനൊന്ന് കുറച്ചു നേരം കിടക്കട്ടെ. തല പെരുത്തിട്ട് വയ്യ എൻ്റെ.